സ്നേഹം നിറഞ്ഞ വ്യാപാരി സുഹൃത്തുക്കളെ, സ്വാമി പ്രസംഗിച്ചാൽ അതിന് മുമ്പ് പ്രസംഗിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. കാരണം ഞങ്ങളുടെ ഏകദേശം 1250 വരുന്ന കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികളെ ഒരിക്കൽ കറുകുറ്റിയിൽ ആഡ്ലക്സിൽ അവരെ അഭിസംബോധന ചെയ്യാനായിട്ട് സാറിനെ വിളിച്ചിരുന്നു. അപ്പം അന്ന് വന്ന ആൾക്കാരെല്ലാം സന്തോഷത്തോടുകൂടി പറഞ്ഞൊരു കാര്യം, ആദ്യം തൊട്ട് അവസാനം വരെ ചിരിച്ച് നല്ല സന്തോഷത്തോടുകൂടി പോകാൻ പറ്റി സ്വാമിയുടെ പ്രസംഗം കാരണം എന്ന് പറഞ്ഞു. ഈ തൃശ്ശൂർക്കാർക്കൊരു ഗുണമുണ്ട്, പറയാനുള്ളത് പറയും, അത് മുഖത്ത് നോക്കി പറയും. നമുക്കൊക്കെ ഉള്ള കുഴപ്പം, നമ്മളതിങ്ങനെ വട്ടത്തിൽ ചവിട്ടും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വിൽ കീപ് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. ആൾക്ക് കാര്യം മനസ്സിലാവില്ല. ഇന്നിവിടെ ഈ പ്രോഗ്രാമിന് അദ്ദേഹം ക്ഷണിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം നിങ്ങളെല്ലാം നേരിട്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി കേരളത്തിൽ ഇന്ന് കേരളം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആർക്കും അതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഗ്രാഹ്യമില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ഒന്ന്, കേരളത്തിലേക്ക് വരുന്ന റവന്യൂകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ ആയ ഗൾഫിൽ നിന്നുള്ള റെമിറ്റൻസ് വളരെയധികം കുറയുന്നതിൻ്റെ ഒരു കാരണം ഫ്രീ ഹോൾഡ് ലാൻഡ് ദുബായ് പോലുള്ള സ്ഥലങ്ങൾ, ദുബായിലും ഖത്തറിലും ഇപ്പോൾ ഒരു പരിധി വരെ സൗദിയിലും ഒക്കെ കിട്ടുന്നത് കൊണ്ട് വാടകയ്ക്ക് പകരം EMI ആയിട്ട് അതിനെ മാറുകയാണ്. 1 മില്യൺ ദിർഹം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ 5000 ദിർഹമേ മാസം അടവുള്ളൂ. അപ്പോൾ 60,000 ദിർഹം റെൻറ്റ് കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ വീടോ വാങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇവിടെ വന്ന് ഇനിയൊരു ഫ്ലാറ്റ് വാങ്ങാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടാനോ ഉള്ള സാധ്യത വളരെ കുറവ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെയൊക്കെ തറവാടിരിക്കുന്ന കോതമംഗലം പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന കാനഡ, ജർമ്മനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരെയധികം ആൾക്കാർ അങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള സന്തോഷം, ഞാൻ കാനഡയിൽ 4 മാസത്തിൽ 1 കണ്ടെയ്നർ അയച്ചിരുന്നത് ഇപ്പോൾ മാസത്തിൽ 3 അല്ലെങ്കിൽ 4 കണ്ടെയ്നറാണ് അയക്കുക. ചില സ്മോൾ ടൗണിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികൾ മാത്രമേ ഉള്ളൂ. മലയാളി സ്റ്റുഡൻസാണ്. അവർ ഇവൻച്വലി അവർക്ക് PR വരുന്നു, അവർ ദേ ഗെറ്റ് സെറ്റിൽ ദെയർ. പല പാരൻസും ഇൻസ്പൈറ്റ് ഓഫ് ഈ -18 ഡിഗ്രി ഒക്കെ ആണെങ്കിലും പല പാരൻസും അവരുടെ കൂടെ പോയി കൂടുന്ന ഒരു സ്ഥിതിവിശേഷം. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറസ്പെക്റ്റീവ് ഓഫ് എനി ഗവൺമെൻറ്, ഞാനൊരു പൊളിറ്റിക്കൽ സൈഡിൽ പറയല്ല, ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ പൈസ ചിലവാക്കാതിരിക്കുകയും, നിങ്ങൾ നേരത്തെ സ്വാഗത പ്രസംഗികൻ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ ടെക്നോളജിനെ കുറിച്ചാണ് എപ്പോഴും മാത്യു പറയാറുള്ളതെന്ന് പറഞ്ഞപ്പോൾ, ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എത്ര സുഖമുണ്ട്. പണ്ട് നമുക്ക് പാസ്പോർട്ട് ഓഫീസിൽ നമ്മൾ ഒരു PR ആളെ വച്ചിരിക്കുകയാണ് പാസ്പോർട്ട് ഓഫീസിൽ. കാരണം ഒരു ജർമ്മനി പോകണം, ഫെയറിന് പോകണം, വിസ അടിച്ച് കിട്ടണം, പാസ്പോർട്ടിൽ ചിലപ്പോൾ പേജ് ഉണ്ടാവില്ല. അതൊക്കെ ഒരു വലിയ കുരിശായിരുന്നു. ഇന്ന് നമ്മളവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ ഒരു 30, 35, 40 മിനിറ്റിനുള്ളിൽ നമുക്ക് ആ കാര്യം കടന്ന് ഓഫീസിലെത്താവുന്ന സ്ഥിതിയുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ഹാസ് ഗ്രോൺ ടു ദാറ്റ് ലെവൽ വെയർ ഫെറ്റീഗുകളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റിൽ കൂടുതൽ ആൾക്കാരെ അപ്പോയിൻ്റ് ചെയ്യുന്നു. ഞാൻ പണ്ട് മുതലേ പറയുന്നത്, എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പേ പറഞ്ഞു തുടങ്ങുന്നൊരു കാര്യമാണ്, പെൻഷൻ നടക്കില്ല എന്നുള്ളത്. പെൻഷൻ ഇനി കിട്ടില്ല. കാരണം നമ്മളുടെ വരുമാനത്തിൽ നിന്ന് ഉള്ള ടാക്സിൽ നിന്നാണ് പെൻഷനും കൊടുക്കേണ്ടത്, അല്ലെ ശമ്പളം കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇനി വരും കാലത്തിൽ ഒട്ടും തന്നെ ഫണ്ട് ഉണ്ടാവാത്ത സ്ഥിതി വിശേഷമാണ്. കേരളം GDPയുടെ 36% കടം ഓൾറെഡി ആയിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഒരു നോർമൽ കേസിൽ ഒരു 24-25% മുകളിൽ ഇത് പോകാൻ പാടില്ല. ആ സമയത്താണ് നമുക്കിങ്ങനെയുള്ളൊരു അവസ്ഥ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സംരംഭകരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
കൂടുതൽ സംരംഭകരുമായിട്ട് ഉള്ള ഒരു ഇക്കോസിസ്റ്റത്തിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് ഒരു കേരളത്തിൽ വലിയ രീതിയിൽ ബിസിനസ് ചെയ്ത് വളർന്നിട്ടുള്ള ബിസിനസ്സുകാരുടെ ഒരു നമ്പർ എടുത്ത് നോക്കുക. 100 പേരുടെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 90 പേരും തൃശ്ശൂർക്കാരായിരിക്കും. നിങ്ങളൊരു മനക്കണക്ക് നോക്കിയാൽ മതി, ഞാൻ വേറെ ഇത് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇന്ന് നമ്മൾക്ക് ഈ ഒരു ഇക്കോസിസ്റ്റം, അതായത് ഇങ്ങനെ ഈ കൂട്ടായ്മയിലൂടെ നമ്മൾ വരുമ്പോൾ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ വളർച്ചയ്ക്ക് എന്ത് വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും. ഡിസ്ട്രക്റ്റീവ് ആയിരിക്കില്ല നമ്മളുടെ ചർച്ചകൾ. നമ്മളുടെ ചർച്ചകളെല്ലാം പ്രൊഡക്റ്റീവ് ആയിരിക്കും. നാളേക്ക് നമ്മളുടെ ബിസിനസ് ഏത് ലെവലിൽ പോകണം എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും നമ്മളുടെ ചർച്ചകൾ ജനറലി പോവുക. ഇവിടെ സ്വാഗത പ്രസംഗികൻ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും പ്രസക്തമായ കാര്യം, മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അത് ബിസിനസ്സിലും വ്യക്തി ജീവിതത്തിലും ഉണ്ടാവുക എന്നുള്ളത് വളരെ 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 വേണ്ടപ്പെട്ട കാര്യമാണ്. എൻ്റെ ഫാദറിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു വാല്യൂസ് എന്ന് പറയുന്നത്, ഒരാളോട് മോശമായി പെരുമാറാൻ അല്ലെങ്കിൽ ഒരാളെ അബ്യൂസീവായിട്ടുള്ള വേർഡ് ഉപയോഗിച്ച് ഒരാളുടെ അടുത്ത് പെരുമാറരുത് എന്ന് ഉള്ളതായിരുന്നു എൻ്റെ ഫാദർ എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം. അതിൻ്റെ ഒരു കാര്യം, അദ്ദേഹം ഞാൻ കളമശ്ശേരിയിൽ ബോർഡിങ്ങിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ട് തിരിച്ച് അടിമാലിക്ക് പോകുന്ന സമയത്തൊക്കെ പപ്പ കുറേ കഥകൾ പറയും. അതിനകത്തൊരു കാര്യം പറഞ്ഞത്, ഞങ്ങളുടെ കടയിൽ പ്രഭാകരൻ എന്ന് പറയുന്നൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രഭാകരൻ ചേട്ടനെ പപ്പ നല്ല വഴക്ക് പറഞ്ഞു. വഴക്കൊക്കെ പറഞ്ഞപ്പോൾ പപ്പ ഭക്ഷണം കഴിക്കാൻ പോയി. ഇപ്പോൾ സ്വാമി ഞാൻ വന്നപ്പോൾ പറയുന്നത്, എൻ്റെ ഉച്ച ഉറക്കം ഞാൻ കാറിലിരുന്ന് നടത്തിയെന്ന് പറയും. പപ്പായും ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്കുള്ള ആ ഒരു ഹാഫ് ആൻ അവർ ഉറക്കം അത് കമ്പൽസറിയാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ നല്ല സുന്ദരനായിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പപ്പ ഭക്ഷണം കഴിക്കാൻ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആണ് പപ്പാക്ക് മനസ്സിലായത്, ഈ കുഴപ്പം ചെയ്ത ആൾ പ്രഭാകരൻ ചേട്ടനല്ല എന്ന് മനസ്സിലായത്. അപ്പോൾ പപ്പ ചോദിച്ചു, പ്രഭാകരൻ, ഞാൻ ഇത്രയധികം ചീത്ത പറഞ്ഞിട്ട് നീ എന്തോ ഒന്നും പറയായിരുന്നേ, ഇത് അവനാണെന്നുള്ളത്, അല്ല ഇത് പ്രഭാകരനല്ല എന്നുള്ളത്. ആ പ്രഭാകരൻ ചേട്ടൻ്റെ ആ മറുപടിയാണ് പപ്പാനെ സ്പർശിച്ചത്. മീരാൻക, കേൾക്കേണ്ട ആൾ എൻ്റെ അടുത്ത് നിന്ന് കേൾക്കണ്ടായിരുന്നു. ഞാനല്ല എന്നുള്ളത് എനിക്കറിയാം, കേൾക്കേണ്ട ആൾക്കത് കേൾക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ പപ്പ അതെപ്പോഴും വളരെ കാര്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. നമുക്കൊരാളെ ഹേർട്ട് ചെയ്യാതെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ റെസ്പെക്റ്റ് നമ്മളെപ്പോഴും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് കൊടുക്കണം. ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം, 20 മുകളിൽ 20, 25, 30, 33, ഇപ്പോൾ ഞങ്ങൾ ഈ വർഷം 83 ഞങ്ങൾ കോണ്ടിമെൻസിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഈ 40ാമത്തെ വർഷത്തിൽ 33, 34 വർഷം നമ്മളുടെ ഓർഗനൈസേഷനിൽ കൂടെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷത്തോടു കൂടിയിട്ട് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. കാര്യം സ്വാമി തമാശയായിട്ടാണ് പല കാര്യങ്ങളും അവതരിപ്പിച്ചതെങ്കിൽ അതിനകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ സ്വാമീനെ സ്വാമി കടയിലെത്തുന്ന വരെ പ്രതീക്ഷിച്ച ഒരാൾ കടയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ആളിനോടുള്ള വിശ്വാസവും സ്നേഹവുമാണ്. ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മളെല്ലാ പർച്ചേസും ചെയ്യുന്നത്. എന്ത് ട്രാൻസാക്ഷനും ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. നെഗോസിയേഷൻ എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ നെഗോസിയേഷൻ നടത്താറുള്ളൂ. ട്രാൻസ്പെറൻസിയും ക്വാളിറ്റി അധിഷ്ഠിതമായിട്ടുള്ള ഔട്ട്ലുക്കൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പിന്നെ പ്രോഫിറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെ വലിയ പ്രശ്നം വരില്ല. ആ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിലാണ് നമ്മളുടെ ബിസിനസ് ഏറ്റവും കൂടുതൽ വളർത്താനായിട്ട് നമുക്ക് പറ്റുക. ഞാനെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഞങ്ങളുടെ ഫസ്റ്റ് പ്രൈവറ്റ് ഇക്വിറ്റി വന്നത് 2004. അന്ന് $10 million US ബേസ്ഡ് ന്യൂവർനോൺ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ പൈസയിൽ ഭൂരിഭാഗവും പൈസ ക്യാഷ് പർച്ചേസിന് ഉപയോഗിച്ചത്. അപ്പോൾ എന്ത് പറ്റി, ഒരു 3-4% നമ്മളുടെ എബിറ്റ് മാർജിൻ വ്യത്യാസം വന്നു. ഈ ക്യാഷ് കൊടുത്ത്, എസ്പെഷ്യലി ഞങ്ങളുടെ മുളകെന്നൊക്കെ പറയുന്ന ഒരു
ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിളിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണല്ലോ. അവിടെ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും വില കുറയും. അപ്പോൾ അത് എബിറ്റിനെ ഒരു 3-4% നമ്മളുടെ എബിറ്റിനെ ഗുണം ചെയ്തു. മാത്രമല്ല, നമ്മളുടെ വെൻഡേഴ്സിന് നമ്മൾ കറക്റ്റായിട്ട് പൈസ കൊടുത്തില്ലെങ്കിൽ അവർ വീക്കാവും. അവർ വീക്കായിട്ടുണ്ടെങ്കിൽ അവരുടെ ഇന്നെഫിഷ്യൻസി നമ്മളുടെ തലയിൽ വരും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് നമുക്ക് കിട്ടേണ്ട സാധനം നമ്മൾ അവരെ ഇന്നെഫിഷ്യൻ്റ് ആക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് 104 രൂപയ്ക്ക് വരും. ആ 104 രൂപ നമ്മളുടെ പ്രോഫിറ്റബിലിറ്റീനെ ബാധിക്കും. അപ്പോൾ റിലേഷൻഷിപ്പ് അവിടെയും നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഗുണം ഫ്രണ്ട് എൻഡിലും എല്ലാം ഗുണം ചെയ്യുന്നത് നമ്മളുടെ ബിസിനസ്സിനെ തന്നെയാണ്. അപ്പോൾ അതൊരു മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള എംപ്ലോയീസ്, അവരുടെ മോട്ടിവേഷൻ, ഇൻട്രപ്രണർഷിപ്പ് വിതിൻ ദ സിസ്റ്റം. ദർ ഷുഡ് ബി എൻ ഓൺട്രപ്രണോറിയൽ ഇൻട്രാക്ഷൻ. അപ്പോൾ വിതിൻ ദ സിസ്റ്റം ദർ ഹാസ് ടു ബി ഒരു ഇൻട്രപ്രണർഷിപ്പ് സോർട്ട് ഓഫ് ഒരു ഈക്കോ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി എടുത്തേ മതിയാവും. പലപ്പോഴും വില കുറച്ച് വിൽക്കുക എന്നുള്ളത് ഒരു ബുദ്ധിയില്ലാത്ത ആളുടെ പണിയാണ്. ഒരു ഇൻഡസ്ട്രി സർവൈവ് ചെയ്യണമെങ്കിൽ ഒന്ന്, നമുക്ക് ശമ്പളം കൊടുക്കാൻ പൈസ വേണം, നമുക്ക് പരസ്യം ചെയ്യാൻ പൈസ വേണം, നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ലാഭം എന്നുള്ള നിലയിൽ നമുക്ക് പൈസ വേണം. ഇൻഡസ്ട്രിയുടെ ലാഭം കളഞ്ഞാൽ ആ ഇൻഡസ്ട്രി നശിക്കും. ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ ഒരു ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഗ്രോസ് മാർജിൻ 26% ആണെങ്കിൽ ആ 26% താഴെ ഞാൻ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ്സിനെ ഘടകവിരുദ്ധമായിട്ടാണ് പെരുമാറുന്നത്. അത് ഇൻഡസ്ട്രീനെ ബാധിക്കുക. അപ്പോൾ നിങ്ങളിൽ പലരും കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉപയോഗിച്ച്, ആ ഒരു റീസൺ ഉപയോഗിച്ച് നിങ്ങൾ വില കുറച്ച് വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇൻഡസ്ട്രീനെ മൊത്തത്തിൽ തകർക്കുകയാണ്. അപ്പോൾ നമ്മൾ തകർക്കുന്ന ഒരു ഇൻഡസ്ട്രീനെ എന്ന് പറയുമ്പോൾ ആ ഇൻഡസ്ട്രിയിൽ മൂലധനം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും, അതുമായിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന പല രീതിയിലായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതെല്ലാം താറുമാറാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വില കുറച്ച് വിൽക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ ഒരു കാരണവശാലും ചെയ്യരുത്. ഇൻഡസ്ട്രി മാർജിൻ എന്താണോ ആ മാർജിൻ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ബിസിനസ്സുകാരെന്നുള്ള നിലയിൽ നമ്മളുടെ കയ്യിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തൊരു കാര്യം നേരത്തെ പറഞ്ഞു, ഡിസിപ്ലിൻ്റെ കാര്യം പറഞ്ഞു. ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്ക് വളരെ വലുതാണ്. പക്ഷെ ഞാൻ ബിസിനസ്സിന് അധിഷ്ഠിതമായിട്ട് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ പറയും ഏൺ ആൻഡ് ബേൺ. നിങ്ങൾ ബിസിനസ്സിൽ നിന്ന് പൈസ ഉണ്ടാക്കുക, എന്നിട്ട് തകർക്കുക. ഇപ്പോൾ ഞാൻ പല സ്റ്റാർട്ടപ്പുകളിലും പൈസ ഇട്ടിട്ടുള്ളപ്പോൾ പലരുടെയും ആറ്റിറ്റ്യൂഡും മൈൻഡ് സെറ്റും ഇതിങ്ങനെ ബേൺ ചെയ്തുകൊണ്ടിരിക്കും സർ, ഇത് കുറേ കാലം ബേൺ ചെയ്യും, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെയൊക്കെ ഇതിൽ ബേസിക് മാർജിൻസും ബേസിക് പ്രോഫിറ്റ്സും ഇല്ലാതെ നമ്മളൊന്നും ബിസിനസ് ചെയ്തിട്ടില്ല, നമ്മുടെ പരിചയമില്ല. അപ്പോൾ അതൊന്നും സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് ഇപ്പോഴത്തെ ഈ സ്റ്റാർട്ടപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇക്കോ സിസ്റ്റത്തിൽ നിങ്ങൾക്കറിയാം, പ്രൈവറ്റ് ഇക്വിറ്റികളെല്ലാം പുറകോട്ട് മാറുന്നു, വാല്യൂഷൻസ് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നു, നമ്മൾ 100 രൂപ ഉണ്ടാക്കിയാൽ ആ 100 രൂപ ചിലവാക്കിയോ. 110 രൂപ ചിലവാക്കുമ്പോൾ ഇത് നാളെ ഈ ബിസിനസ് ഉണ്ടാവുകയോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വി നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ് ദറ്റ് വി ഷുഡ് ഹാവ് ഏൺ ആൻഡ് ബേൺ എന്നുള്ള ഒരു കാര്യം നമ്മളുടെ മനസ്സിൽ ഉണ്ടാവണം. അടുത്തൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. പലപ്പോഴും നമ്മളൊരു 50 കോടി ബിസിനസ് ചെയ്യുന്നുണ്ടാവും, നമുക്ക് 150 കോടി അല്ലെ 200 കോടി ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. പല ആൾക്കാർക്കും പല മൈൻഡ് സെറ്റാണ്. ചിലർക്കെല്ലാം സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും, ഡെലിഗേഷൻ ഉണ്ടാവില്ല, എല്ലാം ഷോൾഡറിലായിരിക്കും. ഞാനൊക്കെ കോണ്ടിവൻസ് പപ്പ മരിച്ചതിന് ശേഷം കോണ്ടിവൻസ് ഓടിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു 3 വർഷം എന്ന് പറയുന്നത് പപ്പ ചെയ്തിരുന്ന രീതിയിൽ തന്നെ എനിക്ക് ചെയ്യേണ്ടി വന്നു. കാരണം ഓർഗനൈസേഷനിൽ എന്ത് ഡിസിഷൻ വേണോ അതെല്ലാം പപ്പ ത്രൂ ആയിരുന്നു ചെയ്തിരുന്നത്. അതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം അദ്ദേഹം താമസിച്ചിരുന്ന അടിമാലി പോലുള്ള സ്ഥലത്താണ്, വേറെ ഡിസ്ട്രാക്ഷനൊന്നുമില്ല. ഇങ്ങനെ മധുഭാസ്കർ സാറൊന്നും വിളിച്ച് പരിപാടിക്ക് വരാൻ പറയില്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിൽ തന്നെയാണ്, ഇഷ്ടം പോലെ സമയമുണ്ട്, ഉച്ച വരെ നോർമൽ ബിസിനസ്, ഉച്ച കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി ഉണ്ട്,
ഈ ഡയറിയിൽ ഓരോ ദിവസവും എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഡയറി ഇങ്ങനെ എടുത്ത് മറിക്കുമ്പോൾ കാണുന്ന പേജിലുള്ള കാര്യം എന്താണോ അത് ആളെ വിളിക്കും. അപ്പോൾ ചിലപ്പോൾ 8 മാസം മുമ്പ് പപ്പ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിലിരുന്ന് പറഞ്ഞ കാര്യം ആ ആളെ 8 മാസം കഴിഞ്ഞപ്പോഴായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ മീരാൻകാക്ക് ഭയങ്കര ഓർമ്മശക്തി എന്നുള്ളതാണ്. ഞാനിത് മനസ്സിലാക്കിയത് അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഓഫീസിൻ്റെ ഡ്രോയിൽ നിന്ന് കിട്ടിയ ആ ഡയറിയിൽ ഇങ്ങനെ ഓരോ ദിവസവും ഉള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഓർഗനൈസേഷൻ ഓടിക്കുമ്പോൾ ചിലർക്ക് സ്വന്തമായിട്ട് ഇതെല്ലാം ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതിന് വിരോധമൊന്നുമില്ല. സമയവും ഫോക്കസും പ്രസൻസ് ഓഫ് മൈൻഡും കറക്റ്റായിട്ട് കൊണ്ടുപോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് കുഴപ്പമില്ല. 3700ഓളം വരുന്ന ആൾക്കാർ പപ്പയായിട്ട് നേരിട്ട് എന്ത് കാര്യത്തിനും വിളിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 വർഷം പപ്പ മരിച്ചതിന് ശേഷം ഞാനത് കണ്ടിന്യൂ ചെയ്തു. കാരണം ബിസിനസ്സിൽ എപ്പോഴും ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു ബോട്ടിനെ നാവിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒലയ്ക്കരുതല്ലോ. അപ്പോൾ 2 വർഷം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നു, നിങ്ങളിവിടെ എന്നെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഇവിടെയുള്ള ആളാണ്, നിങ്ങൾക്കല്ലേ അത് കൂടുതൽ അറിയാൻ പറ്റും, എനിക്കാണോ അറിയാൻ പറ്റുക എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ആൾക്കാർ തിങ്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ തിങ്കേഴ്സ് ആവണം. ഓൺലി ദെൻ വി ആർ ലീഡിങ് ദം. ലീഡ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, യു ഹാവ് ടു അലൗ പീപ്പിൾ ടു മേക്ക് മിസ്റ്റേക്സ്. നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് മിസ്റ്റേക്കിലൂടെ അവർക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് എനി ഡിസിഷൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ ഓർഗനൈസേഷൻ, ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഞാൻ മുതലാളിയാണോ അല്ലെങ്കിൽ താഴെ ലെവലിലുള്ള ആളാണോ ആരാണെങ്കിലും, one thing that we need to convey to everyone in the organization is that whatever is good for the organization should be the decision. ഇത് ഞാൻ എന്ന വ്യക്തിക്ക് എൻ്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യമാകരുത് എൻ്റെ ഡിസിഷൻ. എൻ്റെ ഡിസിഷൻ ഷുഡ് ബി, ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ ഓർഗനൈസേഷൻ, ഞാൻ ആ ഡിസിഷനെ എടുക്കാവൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് 50 കോടിയിൽ നിൽക്കുന്ന ഞാൻ 150 കോടിയിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഒന്നല്ലെങ്കിൽ എനിക്ക് എന്നേക്കാളും ചെറിയ ടേൺ ഓവറിലൊരു കമ്പനിയായിട്ട് സഹകരിച്ച് വാങ്ങി മുമ്പോട്ട് പോകാം. അതല്ല എങ്കിൽ എനിക്ക് എൻ്റെ മുകളിലുള്ളൊരു കമ്പനിയായിട്ട് സഹകരിച്ച് എൻ്റെ പാർട്ടിസിപ്പേഷൻ ചെറുതാക്കി എനിക്ക് മുന്നോട്ട് പോകും, വലുതാക്കാൻ പറ്റും. ഞാൻ കോണ്ടിമെൻസിൽ ചെയ്തത് വേറൊന്നുമല്ല. ഞങ്ങളൊരു 900 കോടി രൂപ ടേൺ ഓവറുള്ള സമയത്ത് ആണ് MTR എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മളുമായിട്ട് സംസാരിക്കാൻ വന്നത്. പലപ്പോഴും വി ഓൾ ടോക്ക് അബൌട്ട് വാല്യൂ ക്രിയേഷൻ, പക്ഷേ ഈ വാല്യൂ അൺലോക്കിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂ നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ടുള്ള മനസ്സും ധൈര്യവും വേണം. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലെഗസി വിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ മിക്സ് കൊണ്ടുവന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ്, ഞാൻ 900 കോടിയിൽ നിന്ന് അന്ന് ഒരു 2000 കോടി രൂപയുടെ ഭാഗമായി മാറി. എനിക്ക് ലിക്വിഡിറ്റി കിട്ടി. ഇന്ന് 2500 കോടി ടേൺ ഓവറുള്ളൊരു കമ്പനിയാണ് ഓർക്കിള ഇന്ത്യ എന്ന് പറയുന്നത്. അവർക്ക് 2 ബ്രാൻഡുണ്ട്, ഒന്ന് MTRഉം ഒന്ന് ഈസ്റ്റേണും. അതിനകത്ത് എനിക്ക് 10% ഉള്ളൂ. പക്ഷേ വാട്ട് ഐ എം സീയിങ് ഈസ്, എൻ്റെ അന്നത്തെ എൻ്റർപ്രൈസ് വാല്യൂവിനേക്കാളും മുകളിലായിരിക്കും ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഈ കമ്പൈൻഡ് എൻറ്റിറ്റിയുടെ 10% എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ ക്രിയേറ്റ് ചെയ്യാനും വാല്യൂ അൺലോക്ക് ചെയ്യാനും സമയാസമയങ്ങളിൽ കറക്റ്റ് സമയങ്ങളിൽ മൂവ് ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുകയാണ്. എല്ലാവരും ഇത് ചെയ്യില്ല. ചെയ്യണമെങ്കിൽ കുറച്ച് ധൈര്യം വേണം. നാട്ടുകാരെല്ലാം പറയും, ഞാൻ പണ്ടും ഇത് കണക്കി കണ്ടിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ സ്ഥലം വിൽക്കും. അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ സ്ഥലം വിറ്റ് കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മീരാനൊക്കെ പോയി, ഇവനിപ്പോൾ സ്ഥലമൊക്കെ വിൽക്കേണ്ടത് എവിടെയോ കുഴപ്പമുണ്ട്. അപ്പോൾ സ്ഥലം വിൽക്കും, പിന്നെ ഒരു സ്ഥലം വാങ്ങും. അപ്പോൾ എന്ത് പറ്റി, ഇതിനൊരു സ്ഥലം വിൽക്കും, പക്ഷെ വാങ്ങുകയും ചെയ്യും. അവസാനം ഞാൻ കമ്പനിയും വിറ്റു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇത് തീർന്നു. അപ്പോൾ ഇതൊരു തിങ് ഇസ് ദാറ്റ് യു ഹാവ് ടു ഹാവ് ദ മൈൻഡ് സെറ്റ് ടു ക്രിയേറ്റ് വാല്യൂ. ആൻഡ് ദെൻ വെൻ യു ക്രിയേറ്റ് വാല്യൂ, സിനർജിയാണ് ഏറ്റവും നല്ലത്. കാരണം 50 കൂടി കൂടുമ്പോൾ നമ്മൾ വിചാരിക്കും 100 ആണെന്ന് വിചാരിക്കും. പക്ഷെ 100 അല്ല, അത് 150 200 ആയി പെട്ടെന്ന് മാറും. കാരണം ബിസിനസ് കേസ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ടോപ്പ് ലൈൻ എക്സ്പെൻസും അവരുടെ ടോപ്പ് ലൈൻ എക്സ്പെൻസും ഏതെങ്കിലും കുറേയൊക്കെ നെറ്റ് ഓഫ് ചെയ്ത് പോകും. അപ്പോൾ എക്സ്പെൻസുകൾ കുറയും, സ്ട്രെങ്ത്ത് കൂടും. ഞാനിപ്പോൾ സൗത്തിൽ വലിയ ആളാണ്,
നോർത്ത് ഓഫ് കേരളയിൽ വലിയ ആളായിട്ടുള്ള ആളുമായിട്ടാണ് ചേരുന്നതെങ്കിൽ എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൻ്റെ ഗുണം കൊണ്ട് കമ്പനിയുടെ ടേൺ ഓവർ വല്ലാതെ കൂടും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള കുറേയധികം ഉദാഹരണങ്ങളാണ്. അപ്പോൾ അത് മനസ്സിൽ കരുതുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മാത്യു പറഞ്ഞു ഈ പൈസ വരുമ്പോൾ നമ്മൾ സ്ഥലം വാങ്ങിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. എനിക്ക് പറ്റിയ കുറേ അബദ്ധങ്ങളിൽ ഒന്ന്, കോണ്ടിമെൻറ്റ്സ് 1988 റെഡി ക്യാഷ് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് മാറിയത്. 1988 പപ്പ തീരുമാനിച്ചു. പപ്പ പറഞ്ഞൊരു വാക്കിതാണ്, ആ പെരിയാറിൽ ഒഴുകുന്ന എല്ലാ വെള്ളത്തിനും ഞാൻ അരിയിടാൻ തീരുമാനിച്ചിട്ടുള്ള, എൻ്റെ വയറിന് എന്തോരം അരി വേണം, ചോറ് വേണം, അതിനുള്ള വെള്ളം മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞു. ഞാനൊരു നാടൻ ഇത് പറഞ്ഞു എന്നുള്ളൂ. പപ്പയുടെ ഒരു ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് നാട്ടിലുള്ള എല്ലാ ബിസിനസ്സും വേണ്ട, ഞാൻ ഇതുവരെ ഒരു ബിസിനസ്സിലേക്ക് എത്തി, ഇനി മുതൽ മുമ്പോട്ടുള്ള ബിസിനസ്സിന് എനിക്ക് ക്യാഷ് ആൻഡ് ക്യാരി ആണെങ്കിൽ മതി എന്ന്. അതൊരു വലിയ തീരുമാനമായിരുന്നു 88. അപ്പോൾ എന്ത് പറ്റി, 90 മുതൽ നമ്മൾ വലിയ രീതിയിൽ പൈസ കാണാൻ തുടങ്ങി. അപ്പോൾ പൈസ കാണാൻ തുടങ്ങി കഴിയുമ്പോൾ ഐഡിയകൾ കൂടും. ഒന്ന് നമുക്ക് ഐഡിയ കൂടും. നിങ്ങൾ സുലു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുള്ളൊരു ഹിന്ദി സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ, എവറി ഡേ മോർണിംഗ് ദർ ഇസ് എ ന്യൂ ഐഡിയ എന്ന് പറഞ്ഞ പോലെയാണ് ഐഡിയകൾ വരും. പിന്നെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് ഉണ്ട്, വന്നിട്ട് പറയും, സാറേ അവൻ തകർന്നിരിക്കുകയാണ്, ഇന്നത് വാങ്ങിയ നാളെ അത് മറച്ചു വയ്ക്കാം എന്ന് പറയും. 10 വർഷം കഴിഞ്ഞാലും വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അബദ്ധങ്ങൾ. ഞാനിപ്പോൾ സുനിദ്ര എന്ന് പറയുന്നൊരു ബിസിനസ് തുടങ്ങി, എനിക്ക് മാട്രസ് ബിസിനസ്. അന്ന് ആ പൈസ ഞാൻ മാത്യു പറഞ്ഞ ചില കാര്യങ്ങളിലൊക്കെ ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ വാല്യൂ വുഡ് ഹാവ് ബീൻ മച്ച് ബിഗർ. നോട്ട് ദാറ്റ് സുനിദ്ര ഈസ് സ്മോൾ, സുനിദ്ര ആസ് എ ബ്രാൻഡ് ഇസ് ബിഗ്. ഈസ്റ്റേൺ ട്രെഡ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. എനിക്ക് ഒരു പരിചയമില്ലാതിരുന്ന ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ ഞാൻ പപ്പാനെ പറഞ്ഞ് പറ്റിച്ച് ഞാൻ അതിനകത്ത് കാശ് കിടിച്ച് അതും ഇറ്റ് ഡിൻ ഗ്രോ ബിഗ്. അപ്പോൾ നോൺ റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് തിങ്കിങ് ദാറ്റ് യു നോ, if you are successful in one business, if you think that you can do other business also in the same way, അത് ശരിയല്ല. നമുക്കൊരു ചെറിയ തലയും ഈ ചെറിയ ശരീരമൊക്കെ നമുക്കുള്ളൂ. നമുക്ക് ചിന്തിക്കാവുന്ന ഫോക്കസ് ചെയ്യാവുന്ന ഒറ്റ ബിസിനസ്സിൽ ആ ഒരു ഇത് മാറിയിട്ട് നമ്മൾ പല ബിസിനസ്സുകളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ ഫോക്കസ് തെറ്റും. ഭാഗ്യവശാൽ ഞാൻ ഈ തുടങ്ങിയ ഒരു പുതിയതിലും എൻ്റെ ഫാദർ ഇടപെട്ടിട്ട് പോലുമില്ല. നഷ്ടം എത്രയാന്ന് പറയുമ്പോൾ ആ നഷ്ടത്തിൻ്റെ കാശ് മാത്രം തന്നുകൊണ്ടിരുന്നു, വേറെ ആ വഴിക്കേ വന്നിട്ടില്ല. അതുകൊണ്ടൊരു ഗുണമുണ്ടായത് കറി പൗഡർ നന്നായി പോയി. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പതുക്കെ എന്താ പറയുക, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഞൊണ്ടിയും ഞെരങ്ങിയൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. സോ കമ്മിങ് ബാക്ക് ടു വാട്ട് മാത്യു സെഡ്, നമ്മളുടെ ബിസിനസ്സിൽ നിന്നുണ്ടാവുന്ന പൈസ, ദർ ആർ ലോട്ട് ഓഫ് അവന്യൂസ് വിച്ച് വിൽ ആക്ച്വലി, യു നോ ദ റൂൾ ഓഫ് കോമ്പൗണ്ടിങ്, റൈറ്റ്? അല്ലേ? 72 ഡിവൈഡ് ബൈ വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പോൾ 72 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ 100 രൂപ 7 വർഷവും 2 മാസവും കഴിയുമ്പോൾ 200 രൂപ. 14 വർഷവും 4 മാസവും കഴിയുമ്പോൾ 200 രൂപ 400 രൂപ. അപ്പോൾ അത് നമ്മൾ നോക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. 10% ചിലർക്ക് ആർത്തിയില്ല, ഗ്രീഡില്ലാത്ത ആൾക്കാരാണ്, അപ്പോൾ 10% മതി. ചിലർക്ക് കുറച്ച് ഗ്രീഡുണ്ട്, അവർക്ക് ചിലപ്പോൾ 20%, ചിലരെ സംബന്ധിച്ചിടത്തോളം 30% ആയിരിക്കും. അപ്പോൾ 72 ഡിവൈഡ് ബൈ 35 അല്ലെ 36 എന്ന് പറഞ്ഞാൽ 2 വർഷം കൂടുമ്പോൾ നമ്മുടെ 100 രൂപ ഇരട്ടിക്ക് വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ 100 200 ആവും, 200 400 ആവും. അങ്ങനെ ഓരോ 2 വർഷവും ഇത് ഡബിൾ ചെയ്തുകൊണ്ടിരിക്കും. വിച്ച് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന് ചിലപ്പോൾ നമുക്ക് തരാൻ പറ്റിയില്ലെന്ന് വരും. നമ്മളവിടെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു റിട്ടേൺ തരാൻ പറ്റിയെന്ന് വരണം എന്നില്ല. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ കണ്ട് മധുജിയുടെ കൂടെ ഈ യാത്രയിൽ നിങ്ങളും കൂടണം, കേട്ട് പഠിക്കണം. കേൾക്കുക എന്നുള്ളത് ഏറ്റവും സുഖമുള്ള കാര്യമാണ്. കേട്ട കാര്യം പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് ഗുഡ് ടു ഗെറ്റ് മോട്ടിവേറ്റഡ്, but put that into practice and be a successful entrepreneur, thereby help Kerala as a emerging economy in the country. Thank you so much. Thank you, Madhu, for inviting me.
Thank you. That was Miran Eastern Group of the CEO. Thank you so much.